ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജാസ്മിൻ ജാസ് എന്നെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഈവനിങ് സ്നാക്സ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. ഞാൻ ഇന്ന് ബീറ്ററും ഓവലും ഒന്നും ഇല്ലാതെ നമുക്ക് ഒരു ഈവനിങ് സ്നാക്സ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. ആദ്യം മിക്സിയുടെ ഒരു ജാർ എടുക്കാം. ആ ജാറിലേക്ക് ഞാനൊരു കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ആ പഞ്ചസാര നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാവേ. പഞ്ചസാര ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്, നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ടയാണ് എടുക്കാൻ പോകുന്നത്. മുട്ട ഒഴിക്കുന്നുണ്ട്. ഞാൻ ഇതൂടെ ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് വരാവേ. ഇനി ഇതിലേക്ക് അല്പം മൈദപ്പൊടി ചേർക്കുന്നുണ്ട്. കുറച്ച് ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പ് ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വരാം. ഇത് മിക്സിയിൽ തന്നെ കറക്കണമെന്നില്ല, നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെ മിക്സ് ചെയ്താലും മതി. ഞാൻ ഇതൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് വരാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ബൗളിലേക്ക് ഒന്നിച്ച് നമ്മൾ മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ബൗളിലേക്ക് മാറ്റുമ്പോൾ ഇതിൻ്റെ പരുവ് ഇങ്ങനെയാണ്. നല്ലൊരു തിക്കായിട്ടുള്ളൊരു പരുവത്തേക്ക് എത്തിയിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതായത് ഇങ്ങനെ ഒരു പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഞാൻ ഇതിലേക്ക് അല്പം വാനില എസൻസ് ചേർക്കുന്നുണ്ട്. അതായത് ഫ്ലേവർ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം കേട്ടോ. ഞാൻ വാനിലയാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതൊരു ഇതിനി നമുക്ക് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. എൻ്റെ കയ്യിൽ പൈപ്പിംഗ് ബാഗ് ഇല്ലാത്തത് കാരണം ഞാനൊരു പാലിൻ്റെ കവറിലേക്കാണ് മാറ്റുന്നത്. ഇത് പാലിൻ്റെ കവറിൽ മാറ്റിയാലും മതി, നമുക്ക് അതിനകത്ത് മാറ്റിയിട്ട് കാണിക്കാം. ഇനി ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റുകയാണ്. ഇതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. പൈപ്പിംഗ് ബാഗിലേക്ക് എടുത്തിട്ടുണ്ട്. ഞാൻ ചട്ടി അടുപ്പത്ത് വെക്കുന്നുണ്ട്. ഒരു പാനിൽ അടുപ്പത്ത് വെക്കണം. പാനെല്ലാം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിനി ഈ പാനല്ലാത്തല്ല കേട്ടോ നമ്മൾ ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ബിസ്ക്കറ്റ് നമ്മൾ വേറൊരു പാനല്ലാത്താണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഞാൻ വേറൊരു പാനിൽ എടുക്കട്ടെ. ഞാൻ ആദ്യം അടുപ്പത്ത് വെച്ച പാനലിൽ ഞാനിങ്ങനെ റിങ് വെക്കുന്നുണ്ട്. ഞാൻ റിങ്ങിന് മുകളിലായിട്ടാണ് നമ്മൾ അടുത്ത പാനൽ വെക്കുന്നത്. അത് ഞാൻ ഇതിങ്ങനെ അടർത്തി മാറ്റിയിട്ടുണ്ട്. നല്ല അടിപൊളി ബിസ്ക്കറ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.